When I wake up in the morning and I see your face, I'm becoming blind by your dazzling grace. What a beautiful feeling to be close to you. There's nothing else I wanna do. So good, so good. Every single day was spent apart. I wanna be with you. Baby, take my hand, hold it tight, just like you do. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഡാവോ സിറ്റി, ഫിലിപ്പീൻസ്. മൗണ്ട് അപ്പോ ക്ലൈംബ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് ഇവിടെ എത്തി. ഇവിടെ ദ സ്ട്രാൻഡ് സ്വീറ്റ്സ് ആൻഡ് ഡോർമിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് സ്റ്റേ. അത്യാവശ്യം ഒരു ശാന്തമായ ഏരിയ ആണ്. അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ നമ്മുടെ ഗൈഡ് വന്ന് നമ്മളെ പിക്ക് ചെയ്യാനായിട്ട്, ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 6 o'clock കഴിഞ്ഞു രാവിലെ. ഇപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 2 hours ഡ്രൈവ് ഉണ്ട്. അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വി വിൽ സ്റ്റാർട്ട് ദ ട്രക്ക്. ദ ഗൈസ് ആർ ഗെറ്റിംഗ് റെഡി. ഇതാണ് ഹോട്ടൽ. വെരി നൈസ്, എവറിത്തിങ് ഗുഡ് സോ ഫാർ. നൈസ് ഫ്ലൈറ്റ്, നൈസ് വെദർ. 4ാം നിലയിലാണ് താമസം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ തന്നെ പെട്ടി സാധനങ്ങളൊക്കെ ആയിട്ട് മുറിയുന്ന താഴേക്ക് ഇറങ്ങി വരുന്ന കൊടും ഭീകര സീൻ. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് പുറപ്പെട്ട ഒരു 1.5 മണിക്കൂറിന് ശേഷം കപ്പാടാഗാൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ചായക്കട. എന്താണുള്ളതെന്നറിയില്ല. ചോറായിരിക്കും, ഇവിടുത്തെ മെയിൻ ചോറാണ്. ഇതാണ് ഒരു ഫിലിപ്പീൻസിന്റെ റൂറൽ ഏരിയയിലെ വിഷ്വൽസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, മുട്ട, പോർക്ക്, ബീഫ്, സൂപ്പ് ആൻഡ് ചിക്കൻ കറി. ചോറ് മേടിച്ചില്ല. എല്ലാം ഉണ്ട്. Before that, I'm Sam Alado. I'm the guide of this team from UK. Now, if no, we'll have some short. അപ്പൊ നമ്മൾ മെല്ലെ ട്രക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. ആദ്യമേ നല്ല പരവതാനി വിരിച്ച പോലത്തെ റോഡ്, നോ പ്രോബ്ലം. ഇനി ആദ്യമേ കുറച്ച് സ്ഥലങ്ങൾ വി ആർ ഗോയിങ് ത്രൂ ദ ഫാം ലാൻഡ്. അതിനുശേഷം നമ്മൾ ജംഗിളിലേക്ക് പ്രവേശിക്കും. നിറച്ച് വാഴക്കൃഷിയുണ്ട്. വെരി നൈസ്. ആഹാ, കൊടുങ്കാറ്റ താന പാറുന്നു. ഇവിടെ ഫോട്ടോ എടുക്കുന്ന സ്ഥലമുണ്ട്. മൗണ്ട് അപ്പോ, ഫസ്റ്റ് മൗണ്ട് അപ്പോയുടെ ഒരു സൈൻ ബോർഡ്. ഇവിടെ നേരത്തെ ഫോട്ടോ എടുക്കണം. ഒന്നും ചെയ്യാനില്ല. ഞങ്ങൾ നടന്ന് ഒരു ചെറിയ ഗ്രാമത്തിലെത്തിയിരിക്കുകയാണ്, മലമുകളിലുള്ള. ഇവിടെ അത്യാവശ്യം കടകളൊക്കെ ഉണ്ട്. വണ്ടി എത്തും. ഈ നിൽക്കുന്നത് ഗ്രാമവാസിയാണ്. ഗ്രാമവാസികളുടെ പടം പിടിക്കുന്നു. ഹായ് വില്ലേജ് ബോയ്. മൊത്തം കൃഷിയാണ് ഗൈസ്. ഫാം ലാൻഡിൽ കൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ഒരു ചെറിയ അപ്സ്ലോപ്പ് കഴിഞ്ഞിട്ട് ഒരു വില്ലേജാണ്. ഹലോ മോളി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൂടെ പോയി അവിടെ ചെന്ന് ജംഗിളിലേക്ക് കയറും. അതിന്റെ മേളിലെ മേഘത്തിനുള്ളിലാണ് സമ്മിറ്റ്. കാണാൻ സാധിക്കുന്നില്ല ഇപ്പോൾ ടോപ്പ്. വില്ലേജുകളുടെ ഏകദേശം അവസാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല ട്രെയിലാണ്. എന്ത് പരീക്ഷ? പോട്ടറോ? അതിന് പരീക്ഷയൊക്കെ ഉണ്ടോ? ഹായ് ഗൈസ്. വഴി കാണാനില്ല. ട്രെയിൽ സ്ലൈറ്റ്ലി വിസിബിൾ, കവേർഡ് വിത്ത് ഗ്രാസസ്. ഫാം ലാൻഡ് ഏകദേശം കഴിഞ്ഞു. ലാസ്റ്റ് റെസ്റ്റ് സ്റ്റോപ്പ് ബിഫോർ ജംഗിൾ. ജംഗിൾ കാണിച്ചു തരാം. ഇവിടെ വെച്ച് ജംഗിൾ തുടങ്ങുവാണ്.
പിന്നെ ഇനിയിപ്പോൾ ജംഗിളിലെ ക്യാമ്പ് സൈറ്റിലാണ് അടുത്ത ഇനി വാട്ടർ സോഴ്സ് ഒക്കെ ഉള്ളൂ. സോ അവിടെ വരെ പോകണം. ഞങ്ങളങ്ങനെ ഫാം ലാൻഡ് കഴിഞ്ഞ് ജംഗിളിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വലിഞ്ഞു കയറുകയാണ് പാറകളിലൂടെ. ദിസ് ഈസ് ഗെറ്റിംഗ് ടഫർ. ഇപ്പം ഞങ്ങള് കാട് കയറി കുറച്ച് പകുതിയായില്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ പെട്ടിക്കട പഴംപൊരിയായി കിട്ടുന്ന സ്ഥലമാണ്. അനൂപ് പഴംപൊരി മേടിക്കാൻ നിൽക്കുന്നു. ബനാന ഫ്രക്ടേഴ്സ് കഴിച്ച സന്തോഷത്തിൽ പിന്നെ ഉള്ളിൽ കയറുകയാണ്. നേരത്തെ കണ്ട സെയിം കൈൻഡ് ഓഫ് ട്രയൽസ്. ചുറ്റിനും ചെടികൾ, നടുക്കേക്കട ചെറിയൊരു പാത്ത്. ലിബിൻ എനർജി കൂടി നിന്നു കയറിപ്പോയി. ബസാഖാൻ ഇ ക്യാമ്പ് 9 കിലോമീറ്റേഴ്സ് ബിഫോർ മൗണ്ട് അപ്പോ സമ്മിറ്റ്. അങ്ങനെ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഗൈഡ് അർണൽ, റൈറ്റ്? അർണൽ. ആൻഡ് എല്ലാവരും ഇനി കുഴപ്പമുണ്ടാവില്ല. വെയിൽ തീർന്നു, കാടായി. കുഴി കടിച്ചോ? അങ്ങനെ നല്ല വീണ്ടും ഒരു കാട്ടിലേക്ക് കടക്കുകയായി. ചെളികൾ തുടങ്ങുകയാണെന്ന് തോന്നുന്നു. ആദ്യം കിരൺ ചേട്ടൻ ചെളിയിലൂടെ പോകുന്നത് പകർത്താം. ചാടിക്കിടക്കുക, അവിടെ കുഴിയുന്നുണ്ട്, അത് സൂക്ഷിക്കണേ. സാഹസികമായി ചാടിക്കടന്നിരിക്കുകയാണ്. ഞാൻ ലിബിൻ ബാബു ജമ്പിങ്. നോക്ക്, ഇതെന്നാ സ്ലോപ്പ് ഇത്. അനൂപ്കുമാർ എങ്ങനെയാണ് കയറുന്നത് നമുക്ക് കാണാം. അതിനുശേഷം വി വിൽ ഫോളോ. ബിക്കോസ് ഇത് കയറാൻ എക്സ്പീരിയൻസ് വേണം. യു സി ദ എക്സ്പീരിയൻസ് കൈ ചാടിക്കയറും. ഇപ്പം നോക്കിക്കോ. യെസ് യെസ് യെസ്. നെക്സ്റ്റ് ദേ വള്ളിയിൽ തൂങ്ങിയാടി ലിബിൻ ബാബു. ഈസി പീസി. അതെന്റെ അമ്മേ, നിങ്ങളിത് കാണുക. ഇതെന്താ ഇത്? ഇങ്ങനൊരു ടെറൈൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. വലിഞ്ഞു കയറുകയാണ്. അയ്യോ, നമ്മൾ വീണ്ടും ഒരു ചെക്ക് പോയിന്റ് എത്തിയിരിക്കുകയാണ്. ബുഗ അനാൻ. അവിടെ നിന്ന് 400 മീറ്റർ നടന്നുള്ളൂ. ചെറുതായിട്ട് ഇറങ്ങുകയാണ്. ഏത് കയറ്റത്തിന് മുന്നേ ഇറക്കമുണ്ടല്ലോ. ഓൾമോസ്റ്റ് നമ്മൾ 5 കിലോമീറ്റേഴ്സ് പ്ലസ് നടന്നിരിക്കുകയാണ്. നന്നായിട്ട് വേർക്കുന്നുണ്ട്, പക്ഷെ വെയിലൊന്നുമില്ല. കാട്ടിൽ അല്ലേ, നൈസ് അല്ലേ? നല്ലൊരു ട്രെയിലാണ്. നല്ല ട്രെയിലാണ്. ഇപ്പൊ അത് കഴിഞ്ഞ് വന്നപ്പോ ഒരു സ്മൂത്ത് ആയിട്ടുണ്ട്. ഇത്തിരി പരന്ന സ്ഥലം കണ്ടപ്പോൾ നമ്മളിവിടെ നിൽക്കുകയാണ് വെള്ളം കുടിക്കാൻ. ഈ പാട്ട് ഇസ് വെരി സ്റ്റീപ്പ് ആൻഡ് ലിറ്റിൽ മഡി and slippery, so have to be careful. To go up like this, see Kiran Charan. Take nothing but pictures. ഓരോ സ്റ്റെപ്പും സൂക്ഷിച്ചു വെക്കണം. ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളുടെ മുട്ടയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. So we reached Big Rock Camp, resting place. Day 1 ക്യാമ്പ് 1 എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കാട്ടിക്കോടെയാണ് ഇപ്പോൾ പോകുന്നത്. as you can see, നല്ല ഇരുണ്ട് വരുന്നുണ്ട്. വെരി ലൈക്ലി ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ സൂൺ. ക്യാമ്പിൽ എത്തിയിട്ടാണെങ്കിൽ നല്ലതായിരുന്നു. നോക്കാം. ഇരുട്ടിത്തുടങ്ങി. ഉച്ചയ്ക്ക് 12:30 ആയതേ ഉള്ളൂ. ബട്ട് ഇറ്റ്സ് വെരി ഡാർക്ക്. ഇവനിപ്പോൾ അപ്രത്യക്ഷമാണെന്നോണേ. ഇപ്പം ഇവനിവിടെ ഉണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവൻ ഇല്ലാതാവും. അയ്യോ, അവനാ കണ്ടോ, തീർന്ന്. ഇനി ഇവൻ ഇവിടെ വരും. ഞങ്ങളങ്ങനെ ക്യാമ്പ് 1 എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതൊക്കെ ടെന്റും പരിപാടികളൊക്കെ കാണാം.
വി ആർ അപ്രോച്ചിങ് ക്യാമ്പ് 1. ഞങ്ങളങ്ങനെ ക്യാമ്പ് 1 എത്തിയിരിക്കുകയാണ്. കുറച്ച് പേരൊക്കെ ഓൾറെഡി ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് രാത്രി കിടക്കാനുള്ള ടെന്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലത്ത് ചുമ്മാ കിടക്കുകയാണ്, ജസ്റ്റ് ഒരു കവർ ഉണ്ടെന്നേ ഉള്ളൂ. ഇതുവരെയുള്ള ട്രക്കുകളിലെ ഏറ്റവും ദാരിദ്ര്യം പിടിച്ച ഉറക്കമായിരിക്കും ഇത്തവണത്തേത്. ക്യാമ്പ് 1 നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. പുറകില് നമുക്കുള്ള ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ക്യാമ്പ്, നമ്മളെ ബാഗൊക്കെ അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരും നമ്മുടെ സെയിം കമ്പനി തന്നെയാണ്, വേറെ ഗൈഡിന്റെ കൂടെ ഉള്ളവരാണ്. ഇനി നമ്മൾ ചുമ്മാ റെസ്റ്റ് എടുക്കണം. ഇപ്പം 2:30 ആയതേ ഉള്ളൂ. ആക്ച്വലി നമ്മളൊരു 3 മണിക്കൊക്കെ എത്തേണ്ടത് നമ്മൾ നേരത്തെ എത്തി. ഇനി ഇപ്പോൾ ഇവിടെ ചുമ്മാ ചില്ല് ചെയ്ത് കാടിനകത്ത്, മഴ ഇതുവരെ പെയ്തിട്ടില്ല. ഒരു 5:30 ഒക്കെ ആകുമ്പോൾ ഡിന്നർ കഴിച്ച് ഏർലി പോകണം, ഉറങ്ങണം. ബിക്കോസ് രാവിലെ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് സമ്മിറ്റിനായിട്ട് പുറപ്പെടും. ടെന്റ് കാണിച്ചു തരാം. ഇതാണ് ഞങ്ങൾക്ക് 4 പേർക്കുള്ള, 2 പേര് ഒരു ടെന്റിൽ. നാളെ രാത്രി കിടക്കാനുള്ള ടെന്റ്. ഒത്ത ഒരു കാടിന്റെ നടുക്കാണ് ഈ ക്യാമ്പ് സൈറ്റ്. ഇവിടെ സ്പ്രിംഗ് വാട്ടർ, നമ്മൾ നാച്ചുറൽ വാട്ടർ കളക്ട് ചെയ്തിട്ടാണ് കുടിക്കാൻ എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. അങ്ങ് അവിടെ മേളിൽ കാണുന്നതാണ് നമ്മുടെ ടെന്റ്. ഇവിടെ ഒരു ചെറിയ ടോയ്ലറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് വെള്ളം പിടിച്ച് ഞങ്ങൾ പ്യൂരിഫിക്കേഷൻ ടാബ്ലറ്റ്സ് ഇട്ട് അങ്ങനെയാണ് കുടിക്കുന്നത്. ഹോപ്പ്ഫുള്ളി വയറിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് കരുതാം. കാട്ടിക്കോടെ നടന്ന് ടെന്റിലേക്ക് പോകുന്നു. സമയം 3 മണി ആവണം. കോട ഇറങ്ങിയേക്കാം, മഞ്ഞ് ഇറങ്ങിയേക്കാം. തണുപ്പുണ്ട് ചെറുതായിട്ട്, ബട്ട് ടോളറബിൾ. അവിടെ ഒരു വാഷ്റൂം ഉണ്ട്, അവിടേക്ക് പോയാ ഉണ്ടോ? ഫുള്ള് ചെളിയാ. അപ്പൊ ഞങ്ങളുടെ ഡേ 1 ഡിന്നർ ടൈം ആയിരിക്കാണ്. ഉച്ചയ്ക്ക് ഇവിടെ വന്നിരുന്നാണ്, ഇതുവരെ എണീറ്റിട്ടില്ല. ഫുഡ് മാറി മാറി വരുന്നുണ്ട്. സോ ഇതെന്നായിരുന്നു? ചിക്കൻ സ്പ്രിംഗ് റോൾ പോലത്തെ സാധനം, റൈസ്, പോർക്ക്. ഇവിടെ ഫുള്ളായിട്ട് പുറത്ത് ചേട്ടൻ ഞങ്ങൾ സ്റ്റാറുകളെ കണ്ടിട്ട് കിടക്കാന്ന് പറഞ്ഞിരിക്കുക. സ്റ്റാർ വരുമോ എന്തോ, ചോദ്യം വന്നില്ല, ഒന്നും വന്നില്ല. ടെന്റിനകത്ത് കിടക്കുകയാണ്. സ്ലീപ്പിംഗ് ബാഗ്, വെരി സ്മോൾ ടെന്റ്. Turned your head and all I saw was nothing. I saw you walking just the other day. You turned your head and all I saw was a blank expression. You came on over to my house last night. I opened the door and all I saw was nothing. You came on over to my house last night. I opened the door and all I saw was an empty shadow. ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 2:30 നമ്മള് മെല്ലെ എണീറ്റു. മൊത്തത്തിൽ ഇരുട്ടാണ്. ഇവിടെ ഒരു ചായയൊക്കെ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ചായ കുടിച്ചിട്ട് 3 മണിയാകുമ്പോൾ നല്ല നടന്നു തുടങ്ങും സമ്മിറ്റിലേക്ക്. ഇതായിരുന്നു നമ്മുടെ ടെന്റിന്റെ ഉൾവശം കാണിച്ചു തരാം. 2 പേർക്ക് ബെയർലി കിടക്കാനുള്ള സ്ഥലം ഇതിനകത്തുള്ളൂ. തറയിൽ ഇങ്ങനെ ഒരു സാധനം വിരിച്ചിട്ട് കിടക്കുകയാണ്.
there is no proper bed or anything. Uneven ആയതുകൊണ്ട് തന്നെ പുറത്തിനൊക്കെ നല്ല വെയിൽ എടുക്കും. Started the steep climb, going to Camp 2. Then I'm the one who will lead the trail. So if I say trunk. ഗൈസ് കയറി തുടങ്ങിയിട്ട് ആദ്യത്തെ ഒരു 35 മിനിറ്റ് ഓൾമോസ്റ്റ് ലൈക്ക് 90 ഡിഗ്രി കയ്യും കാലൊക്കെ പിടിച്ച് നിലത്തോടെ ഇഴഞ്ഞ് കയറി ക്യാമ്പ് സൈറ്റ് 2-ലെത്തിയിരിക്കുകയാണ്. കൂരിയിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് രാത്രിയിൽ നമ്മൾ കാട്ടിൽ കൂടെ പോകുന്നത്. സൂക്ഷിച്ചില്ലെങ്കിൽ തെന്നി വീഴും. അപ്പോൾ ഞങ്ങൾ ഫോറസ്റ്റ് ട്രെയിൽ ഫിനിഷ് ചെയ്ത് വെൽക്കം ടു ബോൾഡർ ഫേസ്. ഇനി അങ്ങോട്ട് ഈ കാണുന്ന പോലെ പാറകളായിരിക്കും. ഈ ജംഗിളിനുള്ളിൽ നിന്നാണ് ഞങ്ങൾ പൊങ്ങി വന്നത്. നിങ്ങൾ കാണുക, രാത്രി കൂരിട്ട് ലിബിൻ ബാബ് അറ്റൻഡ് ചെയ്യുന്ന ക്ലൈംബ് നോക്കുക. ഓക്കെ, ആക്ഷൻ. ഞങ്ങൾ 4 കാലേ പോടാ. ക്യാമറയിലുള്ളതുകൊണ്ടാ. സൾഫർ പുകഞ്ഞ് അതിന്റെ സ്മെല്ലാണ് ഇവിടെ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. താഴേക്ക് കൊക്കയാണ്. നമ്മളിങ്ങനെ മെല്ലെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അനൂപ്, കിരൺചേട്ടൻ, ലിബിൻ, നമ്മുടെ ഗൈഡിന്റെ ബ്രദർ അല്ലേ. ഇങ്ങനത്തെ പാറക്കൂടെ ഇനി പോക്ക് സമ്മിറ്റ് വരെ. സൺറൈസ് ആയിട്ടില്ല, അതിന് മുന്നത്തെ റെഡ് സ്കൈ. ബെറി മൗണ്ടനിൽ കണ്ട ഒരു മൗണ്ട് അപ്പോയിൽ മാത്രം കണ്ടിരുന്നൊരു ബ്ലാക്ക് ബെറി. നമ്മൾ പറഞ്ഞ സൾഫറിന്റെ പൊടി കണ്ടോ, യെല്ലോ കളറിൽ. അപ്പം ഇതിപ്പോൾ ക്ലൈംബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബോൾഡർ ഫേസിന്റെ ഹാഫ് വേ എന്നാണ് ഗൈഡ് പറഞ്ഞത്. ഇനി ഒരു 450 മീറ്ററുടെ അസെൻഡ് ചെയ്യാനുണ്ട്. ഇങ്ങനത്തെ പാറകളാണ്. അനൂപ് വരുന്ന കാണാം. പാറകളിൽ സൂക്ഷിച്ച് കാല് വെക്കണം, ഇല്ലെങ്കിൽ കാല് അതിൻ്റെ ഇടയ്ക്ക് കൊടുക്കും. വലിയ സ്റ്റീപ്പായിട്ടുള്ള പാറകൾ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സ്ഥലത്താറായി, ബട്ട് സ്റ്റിൽ ലോങ് വേ ഫ്രം ദി സമ്മിറ്റ്. ഇതുവരെ പറയാൻ മറന്നുപോയി, നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്ന ട്രെയിലിന്റെ പേര് സാന്റാക്രൂസ് ട്രെയിൽ എന്നാണ്. അപ്പോൾ ഇത് ജംഗിളിലൂടെ വന്ന് നമ്മൾ ഈ ബോൾഡർ ഫേസിൽ കൂടെ കയറിപ്പോവും. നമ്മൾ തിരിച്ചിറങ്ങുന്നത് സെയിം ട്രെയിലല്ല, അതിന്റെ അപ്പുറത്തെ സൈഡിൽ കയറിയിട്ട് അവിടുന്ന് ഒരു ഗ്രാസ് ബൻസാലാൻഡ് ട്രെയിൽ എന്ന് പറഞ്ഞാൽ വേറെ ട്രെയിലിൽ കൂടെയാണ്. ഞങ്ങൾ ഇവിടെ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിന് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്ന് സൺറൈസ് വ്യൂവും പിടിച്ചുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടുന്ന് സമ്മിറ്റിലേക്ക് ഇനിയും ഓൾമോസ്റ്റ് 1.5 hours ഉണ്ടെന്നാണ് ഗൈഡ് പറഞ്ഞത്. ഇവിടെ ഞങ്ങൾക്കൊരു മുട്ട കിട്ടിയിരിക്കുകയാണ്. മുട്ടയാണ് ബ്രേക്ക്ഫാസ്റ്റ്. 10 years ago, ഞങ്ങൾക്ക് സൺറൈസ് കിട്ടിയിരിക്കുകയാണ്. സൺറൈസ് സൺ പൊങ്ങുന്നു. എത്ര പെട്ടെന്ന് പൊങ്ങണേ. ആദ്യമായിട്ടല്ല നമ്മൾ ഇങ്ങനെ ഒരു ഇരുന്ന് കാണുന്നേ സൺറൈസ്. എവിടെ? അത് അല്ല, ഈ സൺറൈസ് നമ്മൾ മിക്കവാറും എവിടെയെങ്കിലും ഓടിക്കൊണ്ടിരിക്കുമായിരിക്കും മലയില്. ഇവിടെ ഇത് എത്ര പെട്ടെന്ന് പൊങ്ങുന്നേ. ദാറ്റ്സ് ഫാസ്റ്റ്. മൊത്തം ഇങ്ങനെയുള്ള കല്ലുകളാണ്, പാറ. ഇതിന്റെ മേളിലേക്ക് കയറി കഴിഞ്ഞ് പിന്നെയും പോണം. എങ്ങോട്ടാണെന്ന് അറിയില്ല. സ്റ്റീപ്പ്. ഞങ്ങള് വൈറ്റ് സാൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. പിന്നെ ഇനിയാണ് 87 ഡിഗ്രീസ് ആ പുല്ലുള്ളിടത്തോടെ അതിന്റെ മേളിൽ കയറിയ ക്രേറ്ററിലേക്ക് എത്തും. അതാണ് അടുത്ത സ്റ്റോപ്പ്. പിന്നെ സമ്മിറ്റ്. നല്ല കുത്തനുള്ള പാറയെ കാണാൻ കാണുന്നത് ഫോഗൊന്നുമല്ല, ഇറ്റ്സ് ആക്ച്വലി സൾഫർ പുകഞ്ഞു വരുന്നതിന്റെ സാധനമാണ്. നല്ലൊരു സ്ഥലം, റെസ്റ്റിംഗ് പോയിന്റ്. ആ പിങ്ക് സാധനം എടുത്തടിച്ചോ? ബ്ലാക്ക് ഉണ്ടോ ഇവിടെ? ഇത് വേറെ സാധനമാണല്ലോ. ഇത് താഴെ കണ്ടല്ലോ, ഇത് കുറെ ഉണ്ട് കേട്ടോ പിങ്ക് ഒക്കെ. കുറച്ച് ബെറീസ്, കാട്ടു ബെറീസ് ഫോർ മൗണ്ടൻ പവർ. ഓക്കെ, വി ആർ ഗോയിങ് ടു 87 ഡിഗ്രി, ദ ഇൻഫേമസ് 87 ഡിഗ്രീസ്. എന്താവും എന്തോ, പോയി നോക്കാം. ഇവിടെ വെച്ച് 87 ഡിഗ്രി സ്റ്റാർട്ട് ചെയ്യുന്നു. ലുക്ക് അറ്റ് ദിസ്. കുത്തനെയുള്ള പാറ.
ഓ മൈ ഗോഡ് 87 കയറാൻ റെഡിയായി വരുന്ന ട്രക്കേഴ്സ്. 87 ഡിഗ്രീസ് പറഞ്ഞ പോലെ നല്ല ടഫാണ് ഗൈസ്. ഓക്കെ, ഈ വളരെ സ്ലോലി കൈയും കാലും വെച്ച് ക്രോൾ ചെയ്താണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കയറിയിട്ടുള്ളത് വെച്ച് ഏറ്റവും സ്റ്റീപ്പായിട്ടുള്ള പോർഷൻ. ഓ മൈ ഗോഡ്, 87 ഒരു സ്റ്റീപ്പ് പോർഷൻ. സാർ നാവിഗേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. ഇറങ്ങിട്ട് കയറി നോക്ക് നിങ്ങൾ, എൻ്റെ പൊന്നെ. ഞങ്ങളുടെ ഏറ്റവും സ്റ്റീപ്പ് ക്ലൈമ്പാണിത്. നോക്ക് ഗൈസ്, ഇതിൻ്റെ താഴെ നിന്ന് നമ്മൾ കയറി തുടങ്ങിയതാണ്. അതാണ് 87 ഡിഗ്രി. ഇനി നമ്മൾ പകുതിയായെന്ന് തോന്നുന്നു. മേളിലേക്ക് പോകണം ഇനി. വെരി നൈസ്. സൾഫർ കിടന്ന് കറങ്ങുന്നുണ്ട്, സൾഫറിൻ്റെ പുക. ക്രേറ്റർ ലേക്ക് 87 കഴിഞ്ഞിട്ട് എത്തുന്ന സ്ഥലം. അവിടെ എന്തുവാ സമ്മിറ്റ്. The first summit. Yes. Behind. So main. we come down Yes. there, then go. Yep. Then we will go down that way. We go back and go down to the other side. 87 ഡിഗ്രി കഴിഞ്ഞ് കാണേണ്ട 3 കാര്യങ്ങളിൽ ഒന്നാമത്തെ ക്രേറ്ററിലേക്ക് കഴിഞ്ഞു. ഇനി മെയിൻ സമ്മിറ്റിലേക്ക് പോവുകയാണ്. സോ ദിസ് ഈസ് ദ സമ്മിറ്റ് അറ്റാക്ക്. ആൻഡ് ദെൻ അത് കഴിഞ്ഞ് അതിൽ നിന്നിറങ്ങി വേറെ ഒരു മദർ പീക്ക് എന്ന് പറഞ്ഞ് ഓൾമോസ്റ്റ് സിമിലർ ഹൈറ്റുള്ള വേറെ ഒരു പീക്കിലും കുറച്ച് കയറും. We're almost there. So, the final push. One last push to the summit. ഫിലിപ്പീൻസിന്റെ ടോപ്പ്. യെസ്, ഫിലിപ്പീൻസിന്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ആണ് മൗണ്ട് അപ്പോ സമ്മിറ്റ്. സമ്മിറ്റിലേക്ക് മന്ദം മന്ദം പിച്ച വെച്ച് നീങ്ങുന്നു. We are at the top of Philippines. Almost. ഇതാ എത്തുന്നു, എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ബോർഡ്, അതാണ് ബോർഡ്. ദാറ്റ് ഈസ് ദ ബോർഡ്. ഞങ്ങൾ മാത്രമുള്ള സമ്മിറ്റ്. വെൽക്കം ടു Mount Apo Summit, 2,954 meters above sea level. Look at the view from the summit. മലനിരകൾ, മേഘങ്ങൾ. Everyone is here, just us. Summit ചെയ്തതിന് ശേഷം after a short break we are going up to the mother peak. ഇവിടെ നമ്മൾ ബാഗ് കൊണ്ടുപോകുന്നില്ല, ബിക്കോസ് ഈ വഴിക്ക് തിരിച്ചിറങ്ങുന്നതുകൊണ്ട് ബാഗ് താഴെ വെച്ചിട്ട് we are just going ourselves in the middle. ഇപ്പോൾ ഞങ്ങൾ മദർ പീക്കിൽ എത്തിയിരിക്കുകയാണ്. ദിസ് ഈസ് ദ മദർ പീക്ക്, ഓൾമോസ്റ്റ് സെയിം ഹൈറ്റ് ആസ് ദ മെയിൻ സമ്മിറ്റ്. One of the other peak. We are about to start the descent, and everything was well so far. Good weather. മഴയൊന്നും പെയ്തില്ല. Very nice. Yeah. So far everything going as per plan, and we are going down in a different route. And the Pernada, in the trail, Bensalan. Anna, what's the name of the trail? Bensalan trail. So നമ്മൾ സാന്റാ ക്രൂസ് ട്രെയിൽ വഴി കയറി ബൻസാലൻ ഇതിലാണ് പോകുന്നത് താഴേക്കിനി. ഈ വാലി ബൻസാലൻ ട്രെയിൽ വഴി ക്യാമ്പ് റേസ് എന്നുള്ള ക്യാമ്പ് സൈറ്റിലേക്കാണ് ലക്ഷ്യം. ഇതുപോലത്തെ വലിയ പുല്ലിൻ്റെ ഇടയ്ക്കോടെയുള്ള ഒരു ട്രെയിലാണ്. സ്ലോപ്പാണ്, പക്ഷെ നിറച്ച് ഫുൾ സ്ലീവായിട്ടും ഫുൾ പാൻസൊക്കെ ഇട്ടില്ലെങ്കിൽ ബോഡിയിൽ നന്നായിട്ട് വരയും. ഒരു നല്ല സ്റ്റീപ്പ് പോർഷൻ, റോപ്പ് പിടിച്ചിറങ്ങേണ്ടത് സാർ. അത്യാവശ്യം 1 by 1 ഇറങ്ങുന്നതായിരിക്കും ബെറ്റർ. ഊഞ്ഞാലാടാതെ കണ്ട എളുപ്പം തോന്നെങ്കിലും എളുപ്പമല്ലോട്ടാ. ഇറ്റ്സ് ആക്ച്വലി വെരി സ്റ്റീപ്പ്. ഈ ലാസ്റ്റത്തെ പോർഷൻ ഇത്തിരി വലിയ സ്റ്റെപ്പ്. ആ സൈഡ് പോയി പിടിച്ചു. തൂങ്ങി ആടി ഇറങ്ങ്. വെൽ ഡൺ മൈ ബൈ. നെക്സ്റ്റ്. എന്റെ കാല് കുറച്ച് തുടങ്ങി.
ലാസ്റ്റത്തെ വലിയ സ്റ്റെപ്പാണ്. അപ്പുറത്ത് അവിടെ എങ്ങനെ ഒരു കാര്യം ചവിട്ടി ഇറങ്ങാണെങ്കിൽ അതിൽ തൂങ്ങി ഇറങ്ങിയാ കറക്റ്റ്. ഞങ്ങള് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കാണുന്നതാണ് ക്യാമ്പ് റേസ്. ജസ്റ്റ് ടേക്കിംഗ് എ ഷോർട്ട് ബ്രേക്ക്. ആരോ ക്ലീൻ ആക്കി ഇട്ടേക്കുന്ന പോലെ അല്ലേ? ഉണ്ട്. ഞങ്ങൾ ക്യാമ്പ് റേസിലെത്തി. ഒരു ലഞ്ച് കഴിച്ചിട്ട് വയറായിട്ട് ഞങ്ങൾ വളരെ നേരത്തെ എത്തിയിരിക്കുകയാണ്. ആക്ച്വലി 11 മണിക്കല്ല, എത്ര മണിക്ക് ഓടാ, എത്ര മണിക്ക് എത്തേണ്ട ശരിക്കും? 3 മണിക്ക് എത്തേണ്ടത് ഞങ്ങൾ 10 മണിക്ക് എത്തിയിരിക്കുകയാണ്. സോ വി ആർ തിങ്കിങ് ഓഫ് ഗോയിങ് ഡൗൺ ഓൾ ദ വേ. ഞങ്ങൾ ക്യാമ്പ് റേസിൽ നിന്ന് പുറപ്പെട്ട് ലഞ്ചിന് ശേഷം കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇന്നവിടെ സ്റ്റേ ചെയ്യുന്നില്ല. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഫുള്ള് ഫിനിഷ് ചെയ്യാന്നുള്ളൊരു ചിന്തയിലാണ്. ഒരു റിസ്കി പാത്തിലെത്തിയിരിക്കുകയാണ്. മരത്തിന് മുകളിക്കടെ അഗാധമായ കൊക്കയ്ക്ക് മുകളിലൂടെ കയറ് പിടിച്ച് മരത്തിന് മുകളിൽ കിടക്കണം. Alan Jose is going. Let me keep my phone and then let me also go. ഞങ്ങൾ ജംഗിൾ സോൺ കഴിഞ്ഞ് തിരിച്ച് ഫാം ലാൻഡ് എത്തിയിരിക്കുകയാണ്. ബ്യൂട്ടിഫുൾ സീനറീസ് ആണ് ഫാം ലാൻഡിൽ കൂടെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. കമ്മിങ്. Tired because today was a very, very long and tiring day. But all well done. തിരിച്ച് ഇവിടുത്തെ വില്ലേജിലെത്തിയിരിക്കുകയാണ്. So the truck ends here. So from here we will get transported to the hotel. The only regrets we'll have from yesterday are the chances that we didn't take. So follow me away from all you knew. You're scared to death and I'm scared to show it. Every mile this road keeps rolling farther from the place that we called home. It's all static on the airwaves out here. But if you listen now, the music's loud and clear. The sound of restless wheels against the road, a U-Haul truck that's overloaded with dreams bigger than this open sky. The melody of bigger plans in harmony with second chances. So listen to this song here tonight. This could be the soundtrack of our lives. I'll write the verse, you write the chorus. As this road rolls out before us, past the broken bridges we once traveled on. When our rhythm's just a bit off time, when the key is wrong and the words don't rhyme, we just might end up with a perfect song.